അപ്പോഴേ നമ്മൾ അജന്ത ഗുഹകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ എല്ലോറ ഗുഹകൾ കാണാനാണ് പോയത്. വേറെ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന എല്ലോറ ഗുഹകൾ അജന്ത ഗുഹകൾ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതുപോലെ 1983 എല്ലോറ ഗുഹകൾക്കും അതേ സ്ഥാനം ലഭിച്ചു. അപ്പോൾ പുരാതന ഗുഹാക്ഷേത്രങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ് എല്ലോറ. ഇവിടെ ഏകദേശം 34 ഗുഹകളാണ് ഉള്ളത്. അപ്പോൾ 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെയുള്ള 34 ഗുഹകളിൽ ഉള്ളത്. അതായത് ചെങ്കുത്തായ ഭാഗം തുരന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ആ കുന്നിൻ്റെ പേര് ചരണാദ്രി കുന്നുകൾ എന്നാണ് പറയുന്നത്. ഈ 34 ഗുഹകളിൽ 1 മുതൽ 12 വരെയുള്ളവ ബുദ്ധമത ക്ഷേത്രങ്ങളും അടുത്ത 17 എണ്ണം, അതായത് 13 മുതൽ 29 വരെ ഹിന്ദു ക്ഷേത്രങ്ങളും തുടർന്നുള്ള 5 എണ്ണം ജൈനരുടേതുമാണ്. എല്ലോറയിലെ എടുത്തു പറയത്തക്കതായ ഒരു ക്ഷേത്രമാണ് 16ാമത് ഗുഹയിലുള്ള കൈലാസനാഥ ക്ഷേത്രം. 8-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി തീർത്തിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നിർമ്മിതിയായ ഈ കൈലാസനാഥ ക്ഷേത്രം, അതായത് 16ാം നമ്പർ ഗുഹ, ഓരോ ഭാരതീയൻ്റെയും അഭിമാനമാണ്. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കല്ലുകൾ വെട്ടിമാറ്റി നിർമ്മിച്ചതാണ് ഈ കൈലാസനാഥ ക്ഷേത്രം. ചരിത്രാന്വേഷികളുടെ വിലയിരുത്തൽ ഇങ്ങനെയാണ്: 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാവിധ ആഡംബരങ്ങളോടും കൂടെ നിറവേറ്റിയിരുന്നു ഈ നിർമ്മിതികൾ എന്നാണ്. ക്ഷേത്രങ്ങൾ, വിശാലമായ ഊട്ടുപുരകൾ, പഠനമുറികൾ, അതുപോലെ തന്നെ മഴക്കാല വസതികൾ, സമ്മേളന ഹാളുകൾ, ബുദ്ധവിഹാരങ്ങൾ, ഇതെല്ലാം അടങ്ങിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആധുനിക സാമൂഹ്യ ജീവിതത്തിൻ്റെ ശേഷിപ്പുകൾ എന്നാണ് ചരിത്രാന്വേഷികൾ വിലയിരുത്തപ്പെടുത്തുന്നത്. പുറത്ത് നല്ല ചൂട് അനുഭവപ്പെടുമ്പോഴും നമുക്ക് അതിൻ്റെ അകത്ത് സുഖശീതളമായ നല്ല അന്തരീക്ഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ കൊത്തുപണികളും വളരെ സൂക്ഷ്മതയോടുകൂടി ഉണ്ടാക്കി വേണം. അങ്ങനെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളായി മാറിയ അജന്ത എല്ലോറ പാറയിൽ കൊത്തിയെടുത്ത വാസ്തുവിദ്യയുടെ അവിശ്വസനീയമായ കാഴ്ച ഓരോ പൗരനും കണ്ടിരിക്കേണ്ടതാണ്.